ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെയ്പത്തലാണ് കേട്ടോ. നെയ്പത്തൽ എന്ന് പറയും ചിലയിടത്ത്, ഇത് എണ്ണയിൽ പൊരിച്ചെടുത്ത പത്തിരി എന്നും പറയും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ ഒരു 1.5 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല തരിയുള്ള പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കണേ. ഡബിൾ ഹോൾസിൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എനിക്ക് ശരിയാവുണ്ടായിരുന്നില്ല ഈ നെയ്പത്തൽ. ഞാൻ എന്നിട്ട് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കിയത്. നോക്കിയപ്പോൾ സക്സസ് ആയതിന് ശേഷമാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് 250 ml ആ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് തിളച്ച വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതൊരു 10-15 മിനിറ്റ് ഞാൻ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ചൂടൊന്ന് ആറിയതിന് ശേഷമാണ് നമ്മളത് കുഴച്ചെടുക്കേണ്ടത്. അതവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം ഞാനൊരു ഇതുപോലത്തെ ഒരു ബൗളിൽ മിക്സിയുടെ ജാറിലേക്ക് ഒരു ബൗൾ നാളികേരം ഇട്ട് കൊടുത്തു. ഒരു 11 ചെറിയുള്ളി, ഒരു 2 മണി പെരുംജീരകം, പിന്നെ ഒരു അര ടീസ്പൂണ് നല്ല ജീരകം, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരണം. അരയ്ക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ഇതേപോലെ ആയാൽ മതി. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ ഇത് വല്ലാതെ ഡ്രൈ ആയിട്ട് വല്ലാതെ കട്ടിയിലാണ് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമല്ലേ, അത് ചൂടാറിയിട്ടുണ്ടാവും. ആ വെള്ളം ഒരു ഇളം ചൂടിൽ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നില്ല, ഇളം ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതായി ഒരു കൈ വെച്ചിട്ട് അതുപോലെ ഒന്ന് നന്നായിട്ടൊരു കുഴച്ചെടുക്കണം. ഇനി ഞാൻ ആ നാളികേരത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനൊരു 3 മിനിറ്റോളം ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കില്ല അതുപോലെ ആവണം. പക്ഷേ ചപ്പാത്തിയുടെ മാവിനൊരു കുറച്ചൊരു കട്ടി ഉണ്ടാവും. ഇത് അത്ര കട്ടി പാടില്ല. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഞാൻ കാണിച്ചു തരാം. ഞാൻ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അതിന് ശേഷം ഇതൊരു ബൗളിൽ കുറച്ച് എണ്ണ ഒഴിച്ചിരിക്കുകയാണ്, വെളിച്ചെണ്ണ. അത് 2 കയ്യിലും ഇതുപോലെ ഒന്നിങ്ങനെ പരട്ടുക. അതിന് ശേഷം ഇതിന്ന് ഓരോ ചെറിയ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടുക. നമുക്കിതിങ്ങനെ ഉരുട്ടാൻ പറ്റണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയണത്. കൈൻ്റെ മുകളിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. എണ്ണ ഇപ്പോൾ പരട്ടിയില്ലെങ്കിലും കൈൻ്റെ മുകളിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു കവർ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഒരു ഉരുള അതിൻ്റെ മുകളിൽ വയ്ക്കുകയാണ് കേട്ടോ. വെച്ചതിന് ശേഷം ഇതേപോലെ വേറൊരു കവർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുകയാണ്. എന്നിട്ട് ഈ പ്ലേറ്റ് കൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. കണ്ടില്ലേ? ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഞാൻ കുറച്ച് എണ്ണ കവറിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ തടവിയിട്ടുണ്ട്. ഈ കവർ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കവറാണിത്. അത് 2ആയി മുറിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കണ്ടില്ലേ? പെട്ടെന്ന് പണി കഴിയും. ആ കുഴക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാ പത്തിരിയും ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ വെച്ചു. ആ പാനിലേക്ക് ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കണത്. അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചൂടായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു മാവൊന്ന് കുറച്ചെടുത്തിട്ട് അതിലിട്ടിട്ട് നോക്കി. അപ്പോൾ ആ മാവൊന്ന് പൊന്തി വന്നു. അപ്പം നമുക്കിത് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഓരോ പത്തിരിയായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ടാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കണത്. ഇത് വറുത്തെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊങ്ങി വരും. ആ സമയത്ത് നമുക്കതൊന്ന് സിമ്മാക്കി കൊടുക്കണം.
ഇതേ കണ്ടില്ലേ, ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഗോൾഡൻ കളറായിട്ട് വരും കേട്ടോ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഭാഗം, രണ്ട് ഭാഗവും ഇതുപോലെ ഗോൾഡൻ കളറായാൽ നമുക്കിതൊന്ന് വാങ്ങാം കേട്ടോ. ഇതേപോലെ ഞാനിത് ഒരെണ്ണം കൂടി കാണിച്ചു തരാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പത്തിരി ഇട്ട് കൊടുക്കുമ്പോൾ വീണ്ടും അത് ഫ്ലെയിം ഹൈയിലേക്ക് ആക്കണം കേട്ടോ. ഹൈയിലേക്ക് ആക്കി ഇത് കണ്ടോ, ഇതിങ്ങനെ പൊന്തി വരും, നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരും. ആ സമയത്ത് കണ്ടില്ലേ, ആ സമയത്ത് നമ്മൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോയിൽ ആക്കി കൊടുത്താൽ മതി. ഇനി അതൊന്ന് തിരിച്ചിടുകയാണ്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ രണ്ട് ഭാഗവും ഇങ്ങനെ ഒന്ന് ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് വാങ്ങാം. കണ്ടോ, എല്ലാ പത്തിരിയും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ. കണ്ടില്ലേ, ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കഴിക്കാൻ നല്ല സ്വാദാണ്. ഇതിൻ്റെ കൂടെ ചിക്കൻ കറി, മുട്ടക്കറിയൊക്കെ കൂട്ടാം കേട്ടോ. പിന്നെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഇന്നലെ ഒരു തക്കാളി കറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബെസ്റ്റാണ് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ അതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക്